മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ലെന. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറയാൻ ഒരു തരത്തിലുള്ള മടിയും കാണിക്കാത്ത താരത്തിന് അതിന്റെ പേരിൽ തന്നെ നിരവധി ട്രോളുകളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക കാര്യങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കാറുള്ള ലെന ഒരു രഹസ്യം നമ്മളിൽ നിന്നും മറച്ചു വെച്ചിരുന്നു. എന്നാൽ താരം തന്നെയാണ് ഇപ്പോൾ ആ രഹസ്യം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. കാര്യം മറ്റൊന്നുമല്ല, താരം വിവാഹിതയായിരിക്കുകയാണ്. വിവാഹിതയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വിവാഹം നടന്നത് ഒരു മാസം മുൻപാണ്. വരനായി എത്തിയത് ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായി മാറിയ മലയാളിയും. കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാന്റെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചത്. പാലക്കാട് സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണനായിരുന്നു ക്യാപ്റ്റൻ. മലയാളികൾ ഏറെ അഭിമാനം കൊണ്ട ആ വേളയിലാണ് നടി ലെന തന്റെ വിവാഹ വിവരം പുറത്തുവിട്ടത്. വ്യോമസേന ഉദ്യോഗസ്ഥനായ പ്രശാന്ത് ബാലകൃഷ്ണനുമായി 2024 ജനുവരി 27 ഒരു പരമ്പരാഗത ചടങ്ങിൽ വിവാഹിതരായെന്നാണ് ലെന ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത്. പോസ്റ്റ് കണ്ടതും ആരാധകർ ഒന്നടങ്കം ഞെട്ടി. സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന ഈ കാലത്ത് ഒരു സൂചന പോലും തരാതെയുള്ള വിവാഹം. ഞെട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായുള്ള സംഘാംഗങ്ങളെ അവതരിപ്പിച്ചത്. പാലക്കാട് സ്വദേശിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണന് പുറമെ ബഹിരാകാശ ദൗത്യത്തിനായി ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ഇവർ 4 പേർക്കും പ്രധാനമന്ത്രി മോദി വേദിയിൽ വെച്ച് ആസ്ട്രോനോട്ട് ബാഡ്ജുകളും സമ്മാനിക്കുകയുണ്ടായി. ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി തനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണെന്നാണ് ലെന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞത്. ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പരമ്പരാഗത ചടങ്ങിൽ വിവാഹം കഴിച്ചുവെന്ന് എല്ലാവരെയും അറിയിക്കാൻ ഈ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും താരം പറയുന്നുണ്ട്. എക്കാലത്തും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ലെന. നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ നായികയായും സഹനടിയുമായൊക്കെ ലെന അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് തുടർ പഠനത്തിനായി സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത ലെന തിരിച്ചു വരുന്നത് 2007 ബിഗ് ബി എന്ന ചിത്രത്തിലൂടെയാണ്. അതിനുശേഷം താരം വീണ്ടും മലയാള സിനിമയിൽ സജീവമായി. KGF 2 എന്ന കന്നഡ ചിത്രത്തിന്റെ മലയാളം പതിപ്പിന് നടി ലെന ശബ്ദം നൽകിയത് ഏറെ പ്രശംസകൾ നേടിക്കൊടുത്തിരുന്നു. സിനിമകളിലൂടെ മാത്രമല്ല, അടുത്ത കാലത്തായി നിരവധി ട്രോളുകളിലൂടെയും ലെന സോഷ്യൽ മീഡിയ രംഗത്ത് കത്തി നിന്നിരുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിന് ലെന നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് വിവാദങ്ങൾക്കും സോഷ്യൽ മീഡിയ ട്രോളുകൾക്കും വഴിയൊരുക്കിയത്. താൻ പൂർവ്വജന്മത്തിൽ ഒരു ബുദ്ധ സന്യാസിയായിരുന്നുവെന്നും 63-ാം വയസ്സിൽ മരിച്ചുപോയെന്നും കഴിഞ്ഞ ജന്മം തനിക്ക് ഓർമ്മയുണ്ടെന്നുമാണ് നടി വെളിപ്പെടുത്തിയത്. ജന്മാന്തരങ്ങളിൽ വിശ്വാസമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയവെയാണ് താരം ഇക്കാര്യം പറഞ്ഞത്. തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയും താരം എയറിലാകുന്ന അവസ്ഥയുമാണ് കണ്ടത്. എന്തായാലും താരത്തിന്റെ ഈ അപ്രതീക്ഷിത കല്യാണം സോഷ്യൽ മീഡിയ ചർച്ചകളിലേക്ക് വീണ്ടും ലെനയെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ചെറിയ സൂചനയെങ്കിലും നൽകാമായിരുന്നെന്നാണ് ഭൂരിഭാഗവും പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.